ആത്മകഥാ വിവാദത്തിന് പിന്നാലെ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി പി സരിനായി പ്രചാരണം നടത്തി EP ജയരാജൻ. കോൺഗ്രസിൽ പ്രവർത്തിച്ചപ്പോഴും സരിന് ഇടതുപക്ഷ മനസ്സായിരുന്നുവെന്ന് EP പറഞ്ഞു. PDFന് പിന്നിലെ ഗൂഢാലോചനാവാദം സ്ഥാപിച്ചെടുക്കാനും EP ഇന്ന് ശ്രമിച്ചു. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനം EP ജയരാജന്റേതെന്ന പേരിൽ പുറത്തുവന്ന ആത്മകഥ ഉയർത്തിവിട്ട വിവാദം ആളിക്കത്തുന്നതിനിടെയാണ് അദ്ദേഹം പാലക്കാട്ട് പി സരിനായി പ്രചാരണത്തിനെത്തിയത്. ഇരുട്ടി വെളുക്കും മുൻപ് സരിൻ മറുകണ്ഠം ചാടിയെന്ന PDFിലെ പരാമർശത്തിന് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ജയരാജൻ മറുപടി നൽകി. കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോഴും സരിന് ഇടതുപക്ഷ മനസ്സായിരുന്നു. കോൺഗ്രസിന്റെ തെറ്റായ രാഷ്ട്രീയവും വർഗീയ ചിന്തകളും കാരണമാണ് സരിൻ കോൺഗ്രസ് വിട്ടതെന്നും ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളോട് പലപ്പോഴും ഡോക്ടർ സരിന് അവരുടെ നിലപാടുകളോട് കൂടുതൽ യോജിക്കാൻ കഴിയാതെ വന്നു. തെറ്റായിട്ടുള്ള നിലപാടുകളും തെറ്റായ രാഷ്ട്രീയങ്ങളും വർഗീയ ചിന്തകളും ഒക്കെ കോൺഗ്രസിനകത്ത് തലമുറ. എന്നാൽ തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെ പെയ്ത മഴ EPയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. കനത്ത മഴ തുടർന്നതോടെ യോഗം പൂർത്തിയാക്കാതെ അദ്ദേഹം മടങ്ങി. പാലക്കാട്ട് LDFന് ജയമുറപ്പാണെന്ന് പറഞ്ഞായിരുന്നു EP രാവിലെ കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ട്രെയിൻ കയറിയത്. യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതാണോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയും ശ്രദ്ധേയമായി. അതൊന്നും പ്രസക്തമായ ചോദ്യമല്ല. പാലക്കാട്ടെത്തിയതിനു പിന്നാലെ പി സരിനെ വാനോളം പുകഴ്ത്തി EPയുടെ വാർത്താ സമ്മേളനം. സരിൻ മികച്ച സ്ഥാനാർത്ഥിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന് ആവർത്തിച്ച് ഗൂഢാലോചനാവാദം സ്ഥാപിക്കാനും ശ്രമിച്ചു. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു DC ബുക്കും പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല, ചുമതല കൊടുത്തിട്ടില്ല. ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ്. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിവാദം ചർച്ച ചെയ്യാനിരിക്കെ കരുതലോടെയായിരുന്നു ജയരാജന്റെ പ്രതികരണങ്ങൾ. അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയതും DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചതും തനിക്കെതിരെ വരാനിടയുള്ള ചോദ്യങ്ങൾ മുന്നിൽ കണ്ടുതന്നെ. തെരഞ്ഞെടുപ്പ് ദിവസം ഒരിക്കൽ കൂടി പാർട്ടി EPയുടെ പേരിൽ വെട്ടിലായതിന്റെ അതൃപ്തി CPIM നേതൃത്വത്തിനുണ്ട്. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കും. EPയുടെ ഭാഗം കൂടി കേട്ട ശേഷമേ പാർട്ടിയുടെ തുടർ നീക്കമുണ്ടാകൂ. ഇതിനിടെ ആത്മകഥാ കുറിപ്പുകൾ തയ്യാറാക്കിയ ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫ് M രഘുനാഥിനോട് CPIM വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവാദം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷവും ശ്രമിച്ചു. ആത്മകഥ EP എഴുതിയത് തന്നെയെന്നുറപ്പാണെന്ന് VD സതീശൻ. MV ഗോവിന്ദനേക്കാൾ പാർട്ടിയിൽ സീനിയറായ EPയെ CPIM നേതൃത്വം അപമാനിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് EP ജയരാജൻ. പാർട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം എഴുതിയതിനെതിരായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. വീണ്ടും EP ജയരാജനെ CPM നേതൃത്വം അപമാനിക്കുകയാണ്. അല്പം കൂടി കടന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. കുറെ കാലമായി മുറിവേറ്റ സിംഹത്തെ പോലെയാണ് EP ജയരാജൻ CPIMൽ കഴിയുന്നത്. അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഹസൻ പറഞ്ഞു. മുറിവേറ്റ ഒരു സിംഹത്തെ പോലെ കഴിഞ്ഞ കുറെ കാലമായി പാർട്ടി കമ്മിറ്റികളിലും പാർട്ടിയുടെ പുറത്തും പറയുന്ന കാര്യങ്ങളാണ് ഈ ആത്മകഥയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. EPയെ പോലെ ഉന്നതനായ ഒരു നേതാവ് അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുകയും അദ്ദേഹം UDF പോലുള്ള മതേതര ജനാധിപത്യ സംവിധാനവുമായി സഹകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ഞങ്ങൾ ആലോചിക്കും അതിലെന്താ സംശയം. അതിനുള്ള മറുപടിയിൽ EP അല്പം കടുപ്പിച്ചു. അയാൾക്ക് മാനസിക രോഗമുണ്ടാവും. EPയുടെ ആത്മകഥയെന്ന പേരിൽ പ്രചരിച്ചത് പ്രതിപക്ഷ നേതാവിന്റെയും ഷാഫി പറമ്പിലിന്റെയും തിരക്കഥയെന്നാണ് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രതികരണം. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എഴുതി കൊടുത്തതും ഷാഫി തന്നെ തിരക്കഥ മെനഞ്ഞതും VD സതീശൻ നടപ്പിലാക്കിയതുമാവാം. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ എഴുത്തും വായനയും അറിയുന്നവർ എന്ന് ധരിക്കുന്നവർ ചേർന്ന് നടത്തിയ ഉപശാപമാണ് പുറത്തു വന്നിരിക്കുന്നത്. സരിനായി പാലക്കാട്ട് പ്രചാരണത്തിനെത്തിയെങ്കിലും EPയുടെ പേരിലുയർന്ന വിവാദം ഉടൻ കെട്ടടങ്ങിയേക്കില്ല. തുടർ ദിവസങ്ങളിലും അനുരണനങ്ങളുണ്ടാകും. നാളത്തെ CPIM സെക്രട്ടേറിയറ്റ് യോഗവും ഉറ്റുനോക്കപ്പെടുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, കണ്ണൂർ, പാലക്കാട്.